മുക്കം അരീക്കോട് പാലത്തിന് സമീപം ഇരുവഴിഞ്ഞിപ്പുഴയിൽ പഴകിയ അറവു മാലിന്യം തള്ളിയ കേസിലെ പ്രതിയെ പിടികൂടി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മുഹമ്മദ് അഫീഫിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. ഇയാൾ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ട്. ഷഹീദ്, ഇതൊക്കെ പലയിടങ്ങളിലും ഇത്തരം പ്രവണതകളുള്ളതാണ്. ഈ അറവു മാലിന്യങ്ങളൊക്കെ പല തോടുകളിലും കുളങ്ങളിലും ഒക്കെ തള്ളുന്നത് ഇയാൾ പതിവാക്കിയിരുന്ന ഒരു പരിപാടിയാണോ? ദിവിഷ, കഴിഞ്ഞ മാസം 31-ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ തിരുരങ്ങാടി സ്വദേശിയാണ് അഫീഫ്. അവിടെ കോഴിക്കട നടത്തുന്നയാളാണ്. ഇയാളും മറ്റ് 2-3 പേരും ഒരു ബൈക്കിലും മറ്റ് വലിയൊരു വാഹനത്തിലാണ് കോഴിമാലിന്യം എത്തിച്ചത്. ഇത് ഇരുവഴിഞ്ഞിപ്പുഴയിൽ, മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ തള്ളുകയായിരുന്നു. ഇരുവഴിഞ്ഞിപ്പുഴ വലിയ തോതിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ജലാശയമാണ്, ജലസ്രോതസ്സാണ്. ആളുകൾ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിരവധി ശുദ്ധജല മത്സ്യങ്ങളുള്ള അങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ്, ആശയമാണ്. അത് മലിനമാക്കുന്ന രീതിയിലാണ് ഈ ഇടപെടലുണ്ടായത്. ഇത് CCTV ദൃശ്യങ്ങൾ പോലീസിനും ആരോഗ്യവകുപ്പിനും ഒക്കെ ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് CCTV ദൃശ്യം. അയാളും ഒരു സ്ത്രീയുമാണല്ലോ. ഇവര് ഒരുമിച്ച് പോയി ആണോ ഇത് നിക്ഷേപിച്ചത്? മറ്റാരെങ്കിലും ഇതിലുണ്ടോ? ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒപ്പം തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവർക്കും വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയാണ്. ഈ സ്ത്രീയെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. സ്ത്രീയും കേസിലെ പ്രതിയാണ്. ഏതായാലും പോലീസ് നടപടി എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്തും മുക്കം നഗരസഭയും ഇപ്പോൾ ഇവർക്കെതിരെ ഈ മാലിന്യം നിക്ഷേപിക്കാനുള്ള, സംസ്കരിക്കാനുള്ള ചെലവും ഒപ്പം തന്നെ 5000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. ശക്തമായ നടപടിയെടുക്കും ഇത്തരക്കാർക്കെതിരെ എന്നാണ് ഇപ്പോൾ നഗരസഭ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. ദിവിഷ്, ശരി. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.